സ്കൂൾ കോളേജ് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നവരുടെ ശതമാനം കൂടി വരികയാണ്. കാരണം നമ്മൾക്കറിയാം, നമ്മൾ ഇന്ന് ഒരു കോമ്പറ്റീറ്റീവായ ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയിച്ചാൽ മാത്രം പോരാ, ഉന്നത ശതമാനം മേടിച്ച് തന്നെ ജയിച്ചെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിച്ച് നമ്മൾക്കൊരു ജോലി നേടാൻ പറ്റൂ, ഒരു ജീവിതമാർഗം കണ്ടെത്താൻ പറ്റൂ എന്നുള്ളത് ഇന്നത്തെ യുവതലമുറയ്ക്ക് നന്നായി അറിയാം. അതുപോലെ തന്നെ മാതാപിതാക്കളും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് കുട്ടികൾക്ക് സഹായകരമായി നിൽക്കാറുമുണ്ട്. പഠനത്തിലെ പിന്നോക്കാവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങളാവാം, മാനസിക സമ്മർദ്ദങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, പിതാവിൻ്റെ മദ്യപാനമാവാം, മനസ്സമാധാനമില്ലായ്മയാവാം, ഭയമാകാം, ഉത്കണ്ഠയാവാം, ശരാശരി ബുദ്ധിയില്ലായ്മയാവാം. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾക്ക് പഠിക്കാൻ പറ്റാതെ വരാറുണ്ട്. കേൾവിക്കുറവോ കാഴ്ചക്കുറവോ ഒക്കെ പഠനത്തെ ബാധിക്കാറുമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ തന്നെ കാണുകയും അതിനുള്ള പ്രതിവിധി നേടുകയും ചെയ്യേണ്ടതാണ്. മോശം കൂട്ടുകെട്ടും ലഹരിയുടെ ഉപയോഗവും മൂലവും പഠനത്തിൽ പിന്നാക്കം പോവുകയും ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാവുകയും ചെയ്യുന്നതായി നമ്മൾ കണ്ടുവരാറുണ്ട്. ശരാശരി പഠിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനുള്ള ചില ടിപ്സുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പേര് ശ്രീകല പിയ. ഞാൻ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ 20 വർഷത്തിലേറെ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസറായി സേവനമനുഷ്ഠിച്ച പ്രവൃത്തി പരിചയമുണ്ട്. കൂടാതെ പല ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലും കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാം എന്നുള്ള ചില ടെക്നിക്സാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. മത്സര പരീക്ഷയിൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആദ്യം ലക്ഷ്യബോധമുണ്ടാകണം. ഞാൻ എന്തായി തീരണമെന്നും ഈ പരീക്ഷകൾ ജയിച്ചാലേ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി നേടാനാകൂ എന്നും എൻ്റെ ജീവിതമാർഗം തെളിയൂ എന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക തന്നെ വേണം. മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത് പഠിക്കേണ്ടത്, എൻ്റെ നേട്ടത്തിനാണെന്നുള്ള തോന്നലിൽ വേണം പഠിക്കാൻ. പഠനത്തിനായി വെട്ടവും വെളിച്ചവുമുള്ള ഒരു മുറി തിരഞ്ഞെടുക്കുക. പഠിക്കാൻ ആവശ്യമായ ബുക്ക്, പെന്ന്, മറ്റ് ആവശ്യ സാധനങ്ങൾ കയ്യെത്തും ദൂരത്ത് വയ്ക്കുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓരോ ആഴ്ചത്തേക്കുമായി ടൈം ടേബിൾ ഉണ്ടാക്കി പഠനത്തിനായി തയ്യാറെടുക്കുക. രാവിലെ 5 മണി മുതൽ 7 മണി വരെയും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയുമാണ് പഠിക്കാൻ, അതായത് ഓർത്തിരിക്കാൻ വേണ്ടി അഭികാമ്യമായ സമയം. ചില ടെക്നിക്കുകൾ, കോഡുകൾ ഉപയോഗിച്ച് പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാവുന്നതുമാണ്. എത്ര സമയം ഉറക്കമിളച്ച് പഠിച്ചു എന്നതിലല്ല, എന്തു പഠിച്ചു, മൊബൈൽ ഫോണിൻ്റെ അടിസ്ഥാനമാക്കി എന്നതിലാണ് വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ പഠന സ്ഥലത്ത് നിന്നും മാറ്റിവെക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. നല്ല ഭക്ഷണം, അതായത് ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പരീക്ഷാ കാലങ്ങളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത്തരം ഭക്ഷണം നമ്മളെ പെട്ടെന്ന് ഉറക്കം വരുത്തുന്നതാക്കി കാണുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കണം. ഒരു സബ്ജക്റ്റ് 30 മിനിറ്റ് പഠിച്ച് ഗ്രഹസ്ഥമാക്കിയതിന് ശേഷമേ അടുത്ത സബ്ജക്റ്റ് പഠിക്കാവൂ. വായിച്ചു പഠിച്ച വിഷയം പലവുരി പറഞ്ഞു പഠിക്കണം, എഴുതി പഠിക്കണം. അതിനായി ബോർഡോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഉപയോഗിച്ച് എഴുതി പറഞ്ഞ് പഠിക്കുക തന്നെ വേണം. ഒരാഴ്ച പഠിച്ച വിഷയം എല്ലാം വീക്കെൻഡിൽ, അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ദിനങ്ങളിൽ റിവൈസ് ചെയ്യണം. അത് മനസ്സിൽ എത്രമാത്രം പതിഞ്ഞു എന്ന് ഉറപ്പിക്കുക തന്നെ ചെയ്യണം. മോക്കായിട്ടുള്ള ചില എക്സാമുകൾ നമുക്ക് വേണമെങ്കിൽ നടത്തി നമ്മളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാവുന്നതാണ്. കഠിനാധ്വാനം വളരെ പ്രധാനമാണ്. പഠിക്കുന്ന കുട്ടിയുടെ പ്രയോറിറ്റി എപ്പോഴും പഠനത്തിന് മാത്രമായിരിക്കണം. ലക്ഷ്യബോധത്തോടും ദിശാബോധത്തോടും ആത്മാർത്ഥതയോടും ഉള്ള പരിശ്രമം തീർച്ചയായും നിങ്ങളെ വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി. ഏവർക്കും വിജയാശംസകൾ.